Hello dear students, welcome to the channel. I am Shyam Krishnan, Assistant Professor SNIT Edu. Our today's topic is sphere gap. So this is a portion from Module 3 of Electrical Measurements and Instrumentation for BTech Triple 4th semester students. So നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന തേർഡ് മോഡ്യൂളിലെ മെഷർമെന്റ് ഓഫ് ഹൈ വോൾട്ടേജസ് ആൻഡ് ഹൈ കറണ്ട്സ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ വരുന്ന മെഷർമെന്റ് ഓഫ് ഹൈ വോൾട്ടേജസ് എന്ന ഒരു ഏരിയയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് സ്പിയർ ഗ്യാപ്പ്. അപ്പൊ എന്താണ് സ്പിയർ ഗ്യാപ്പ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു വർക്കിംഗ്, എങ്ങനെയാണ് അത് ഉപയോഗിച്ച് നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ലെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഫിഗറിൽ കാണുന്നതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പിയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു സ്പിയർ ഗ്യാപ്പ് കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഫിഗർ കാണിച്ചിട്ടുള്ളത്. ഇത് മൂന്ന് തരത്തിലുള്ള സ്പിയർ ഗ്യാപ്പ് ആണ്, 3 ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്നതാണ്. ഇത് കുറച്ച് വലിയ സ്പിയർ ഗ്യാപ്പ് ആണ്, വലിയ സ്പിയേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടെ ചെറുതാണ്. ഇതുപോലെയാണ് സ്പിയേഴ്സിന്റെ ഇടയ്ക്ക് സ്പാർക്ക് അടിക്കുന്നത് അല്ലെങ്കിൽ ഫ്ലാഷ് ഓവർ ആകുന്നത് ഇതുപോലെയാണ്. എങ്ങനെയാണ്, എന്താണെന്നൊക്കെയുള്ള ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ ജസ്റ്റ് ഈ ഫിഗർ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇതിന്റെ ഒരു ടോപ്പിക്കിലേക്ക് പോകും. സോ ഇതെല്ലാമാണ് സ്പിയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഒരു ഇങ്ങനെ ഒരു എയർ ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, so let's see what is a spear gap. So a spear gap consists of an arrangement of two conducting metal spheres separated by a gap usually filled with gas such as air. അതായത് രണ്ട് മെറ്റൽ സ്പിയേഴ്സ്, മെറ്റൽ കൊണ്ടുള്ള രണ്ട് സ്പിയേഴ്സിനെ ഒരു നടുക്കൊരു എയർ ഗ്യാപ്പ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് സ്പിയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ച് നമ്മൾ ഹൈ വോൾട്ടേജിന്റെ പീക്ക് വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് സ്പിയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു അലൗ ആൻ ഇലക്ട്രിക് സ്പാർക്ക് ടു പാസ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ് when the potential difference between the conductors exceeds the breakdown voltage of the gas within the gap. അതായത് ഇവിടെ കണ്ടക്ടേഴ്സ് ഉദ്ദേശിക്കുന്ന സ്പിയർ ഗ്യാപ്പ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് സ്പിയർ ഗ്യാപ്പിന് അക്രോസ് ആയിട്ടൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ when the potential difference between the conductors exceeds the breakdown voltage of gas, അതായത് ഈ രണ്ട് സ്പിയർ ഗ്യാപ്പിന്റെ ഇടയ്ക്ക് ഒരു എയർ ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പൊ ഈ എയർ ഗ്യാപ്പിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്നൊരു ലിമിറ്റ് ഉണ്ട്. ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന്റെ ലിമിറ്റിന് മുകളിൽ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ സ്പിയറിന്റെ രണ്ട് സൈഡിലുമായിട്ട് ഉള്ള വോൾട്ടേജ് കൂടി വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് സ്പിയറിന്റെയും ഇടയ്ക്കുള്ള ഗ്യാസ് അല്ലെങ്കിൽ ആ ഒരു ഇടയ്ക്കുള്ള എയർ ഗ്യാപ്പ് ബ്രേക്ക് ഡൗൺ ആയിക്കൊണ്ട് ഒരു സ്ഫിയറിൽ നിന്നും അടുത്ത സ്ഫിയറിലേക്ക് വോൾട്ടേജ് ജമ്പ് ചെയ്ത് പിടിക്കും. ഒരു സ്പാർക്ക് പോലെ അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ഓവർ പോലെ ജമ്പ് ചെയ്ത് പിടിക്കുന്ന ആ ഒരു പ്രതിഭാസമാണ് ഈ ഒരു സ്പിയർ ഗ്യാപ്പിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഒരു 11 kV ആണ് നമ്മൾ ഒരു സ്പിയർ ഗ്യാപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്നത് വിചാരിക്കുക. അപ്പൊ 11 kV വരുമ്പോഴാണ് ഇത് ജമ്പ് ചെയ്ത് പിടിക്കുന്ന. ആ രീതിയിലായിരിക്കും രണ്ട് സ്പിയറുകളും തമ്മിലുള്ള എയർ ഗ്യാപ്പ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ എയർ ഗ്യാപ്പിനെ നമുക്ക് കൂട്ടാം, കുറയ്ക്കാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ കൂട്ടാൻ പറ്റും. അപ്പോൾ ഈ എയർ ഗ്യാപ്പ് കൂടുന്നതിനനുസരിച്ച് ആ രണ്ട് സ്പിയറിന്റെ അക്രോസ് ഉള്ള ഈ പറയുന്ന ബ്രേക്ക് ഡൗൺ വോൾട്ടേജും കൂടിക്കൊണ്ടേയിരിക്കും. ഗ്യാപ്പ് കുറയ്ക്കുകയാണെങ്കിൽ അതിന്റെ വോൾട്ടേജും കുറഞ്ഞു വരും. അപ്പോൾ ഈ എയർ ഗ്യാപ്പ് അതിനനുസരിച്ചായിരിക്കും ഇതിന്റെ ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിപ്പോ ഒരു ഹൈ വോൾട്ടേജ് മെഷർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സ്പിയർ ഗ്യാപ്പിന് ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ ഇത് ആദ്യം അറേഞ്ച് ചെയ്യുന്നു. ശേഷം മെല്ലെ ഈ സ്പിയർ ഗ്യാപ്പ് തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പ് കുറച്ച് കൊണ്ടുവരുന്നു. അപ്പൊ എപ്പോഴാണോ സ്പാർക്ക് അടിക്കുന്നത് അതായിരിക്കുമല്ലോ അതിന്റെ മാക്സിമം വോൾട്ടേജ്. കാരണം മാക്സിമം ഈ പറയുന്ന എയർ ഗ്യാപ്പിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനേക്കാൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ സ്പിയർ ഗ്യാപ്പിൽ കൂടുമ്പോഴായിരിക്കും ഈ സ്പാർക്ക് അടിച്ചുകൊണ്ട് അത് പോകുന്നത്. അപ്പോൾ ആ പർട്ടിക്കുലർ എയർ ഗ്യാപ്പ് എത്രയാണെന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അതുവഴി പാസ് ചെയ്തിട്ടുള്ള ഹൈ വോൾട്ടേജ് എത്രയാണെന്ന് നമുക്കറിയാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചാർട്ട് ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ചാർട്ട് ഉണ്ട്. സ്പിയർ ഗ്യാപ്പിന്റെ ഇത്ര, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ 1 സെന്റിമീറ്റർ ആണ് സ്പിയർ ഗ്യാപ്പിന്റെ ഗ്യാപ്പ് എങ്കിൽ 1 സെന്റിമീറ്ററിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഇത്രയായിരിക്കും. അതുപോലെ 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത്രയായിരിക്കും. അതുപോലെ ഓരോരോ സെന്റിമീറ്ററിനും ഇത്രയായിരിക്കും ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് നമുക്കുണ്ട്. അപ്പോൾ സ്പാർക്ക് ഓവർ ആകുമ്പോൾ അന്നേരമുള്ള എയർ ഗ്യാപ്പ് എത്രയാണോ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കും അതിനകത്തൂടെ പാസ് ചെയ്തത്. അപ്പൊ ആ രീതിയിലാണ് സ്പിയർ ഗ്യാപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഹൈ വോൾട്ടേജിന്റെ പീക്ക് വോൾട്ടേജ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത്.
സോ ദെൻ എ സ്പാർക്ക് ഫോംസ്, അതായത് ഇങ്ങനെ ഒരു ഈ പറയുന്ന ബ്രേക്കിംഗ് വോൾട്ടേജിനേക്കാൾ കൂടുതൽ ഈ സ്പിയർ ഗ്യാപ്പിന് അക്രോസ് ആയിട്ട് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ then a spark forms, ionizing the gas and drastically reducing the electrical resistance. ഒരു സ്പാർക്ക് ഉണ്ടാകും. അതെങ്ങനെ വെച്ചാൽ ഇടയ്ക്കുള്ള സ്പിയർ ഗ്യാപ്പിന് ഇടയ്ക്കുള്ള ഗ്യാസ് അയണൈസ് ആയിക്കൊണ്ടാണ് ആ സ്പാർക്ക് ഉണ്ടാകുന്നത്. So spear gaps are used for voltage measurements of peak value of either AC or DC or both type of impulse voltages. So AC-യുടെയോ DC-യുടെയോ അല്ലെങ്കിൽ ഇമ്പൾസ് വോൾട്ടേജിന്റെയൊക്കെയോ പീക്ക് വാല്യൂവിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു മെഷർമെന്റ് മെത്തേഡ് ആണ് സ്പിയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. In certain cases, uniform field gaps and rod gaps are also used. അതായത് സ്പിയറിന് പകരം യൂണിഫോം ഫീൽഡ് ഗ്യാപ്പ് അല്ലെങ്കിൽ റോഡ് പോലെ രണ്ട് റോഡ്, ഈ സ്പിയറിന് പകരം റോഡ് ആയിരിക്കും അതിനറ്റത്ത്, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ബട്ട് ആക്യുറസി കുറച്ച് കുറവായിരിക്കും. സ്പിയർ ഗ്യാപ്പിനാണ് കുറച്ച്, ഈ സ്പാർക്ക് ഗ്യാപ്പുകളിൽ തന്നെ സ്പിയർ ഗ്യാപ്പിനാണ് കുറച്ചുകൂടെ ആക്യുറസി കൂടുതൽ. സോ ഈ പറയുന്ന ഇതാണ് ഈ ഒരു ഫിഗർ വെച്ചാൽ ഈ പറഞ്ഞ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊരു രണ്ട് സ്പിയേഴ്സ് ആണ്, കാണാമല്ലോ. അപ്പൊ ഈ ഒരു സ്പിയറിന്റെ ഇവിടേക്ക് ഒരു ഈ പറഞ്ഞ ഒരു സപ്ലൈ അഡന്റ് ഇവിടെയും ഇവിടെയും ഈ രണ്ട് സ്പിയറിന്റെ രണ്ടറ്റത്തായിട്ട് നമ്മൾ സപ്ലൈ കൊടുക്കും. അപ്പൊ സപ്ലൈ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കും. നമുക്ക് ഈ സപ്ലൈ കണ്ടിന്യൂസ് ആയി പോകത്തില്ലല്ലോ, കാരണം എന്താ, ഇതിന്റെ ഇടയ്ക്ക് ഒരു എയർ ഗ്യാപ്പ് ഉണ്ട്. അപ്പോ ഈ പറയുന്ന വോൾട്ടേജ് ഇപ്പം തൽക്കാലം നമ്മൾ ഈ എയർ ഗ്യാപ്പ് ഫിക്സഡ് ആണെന്ന് കരുതുക. എയർ ഗ്യാപ്പ് ഫിക്സഡ് ആക്കിക്കൊണ്ട് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എപ്പോഴാണോ ഈ എയറിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഒരു സാധനമുണ്ട്. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് മിന്നലാണ്, അതായത് ലൈറ്റ്നിങ്ങിനെ നമ്മൾ ഡൈലക്ട്രിക് ബ്രേക്ക് ഡൗൺ എന്നൊക്കെ വിളിക്കാറുണ്ട്. അതായത് എയറിന്റെ ആ ഒരു ഡൈലക്ട്രിക് സ്ട്രെങ്തിനെ കീറി മുറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എയറിന്റെ ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനേക്കാൾ വലിയൊരു വോൾട്ടേജ് ആണ് ഈ ശരിക്കും ലൈറ്റ്നിങ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ എയറിൽ കൂടെ ലൈറ്റ്നിങ് പാസ് ആകുന്നത്. എന്നപോലെ ഈ രണ്ട് സ്ഫിയറിന്റെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴാണോ എയറിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനേക്കാൾ കൂടുന്നത്, അപ്പോൾ ഇതിന്റെ ഇടയ്ക്കൂടെ സ്പാർക്ക് അടിക്കും. ഈ രണ്ടാമത്തെ ഫിഗറിൽ കാണുന്നത് ഇതുപോലെ സ്പാർക്ക് അടിച്ചുകൊണ്ട് അത് കണ്ടക്ടിങ് ആവും. അത് ഈ രണ്ട് സ്ഫിയറിന്റെയും വലിപ്പം, അതായത് ഡയമീറ്റർ ഓഫ് ദ സ്ഫിയർ, അതുപോലെ ഇവർ തമ്മിലുള്ള ഗ്യാപ്പ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ശരിക്കും ആ ഫ്ലാഷ് ഓവർ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെല്ലാം സ്റ്റാൻഡേർഡ് ചാർട്ടുകളുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണെങ്കിൽ അവരുടെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇത്രയായിരിക്കും. അതിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇത് സ്പാർക്ക് ആകും. ആ രീതിയിലാണ്. അപ്പോൾ ഇതിന്റെ 2 സെന്റിമീറ്റർ ആക്കി കൂട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇടയ്ക്കുള്ള ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, എയറിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കൂടും. അപ്പോൾ ഇത് സ്പാർക്ക് ഓവർ ആകാൻ, ഇതുവരെ സ്പാർക്ക് ആകാനുള്ള വോൾട്ടേജ് വീണ്ടും കൂടും. അപ്പൊ ഇത് വെച്ച് എങ്ങനെ വോൾട്ടേജ് മെഷർ ചെയ്യുന്നു ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പോൾ സം എക്സ് വാല്യൂ ഓഫ് വോൾട്ടേജ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എത്രയാണ് ആ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ സ്പിയറിനെ ആദ്യം അകത്തി വെക്കും. ശേഷം നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യും. എന്നിട്ട് മെല്ലെ ഈ സ്പിയറിനെ നമ്മൾ അടുപ്പിച്ച് കൊണ്ടുവരും. എയർ ഗ്യാപ്പ് കുറച്ച് കൊണ്ടുവരും. അപ്പോൾ ഏത് കണ്ടീഷനിൽ എത്തുമ്പോഴാണോ സ്പാർക്ക് അടിക്കുന്നത് അവിടെ വെച്ച് നമ്മൾ നിർത്തും. എന്നിട്ട് ഈ ഇടയ്ക്കുള്ള എയർ ഗ്യാപ്പിന്റെ എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന് ഇക്വലന്റായിട്ടുള്ള വോൾട്ടേജ് നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് മനസ്സിലാകും. അപ്പൊ എത്രയാണ് വോൾട്ടേജ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ രീതിയിൽ സ്പിയർ ഗ്യാപ്പ് ഉപയോഗിച്ച് നമുക്ക് വോൾട്ടേജിനെ മെഷർ ചെയ്യാനും പറ്റും. ഇത് കൂടാതെ പല ഹൈ വോൾട്ടേജ് ടെസ്റ്റിംഗ് മെത്തേഡ്സിനൊക്കെ ഈ ഒരു സ്പിയർ ഗ്യാപ്പ് നമ്മൾ ധാരാളമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ട്രാൻസ്ഫോമറിലേക്ക് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യണം, ഹൈ വോൾട്ടേജ് ടെസ്റ്റിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രാൻസ്ഫോമറിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് നമുക്കൊരു 100 kV ആണ് അപ്ലൈ ചെയ്ത് നോക്കേണ്ടത്. 100 kV ഇതിലേക്ക് അപ്ലൈ ചെയ്യണം. അതിന് മുകളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രാൻസ്ഫോമർ കേടായി പോകും. അതിന്റെ ഒരു വിത്ത്സ്റ്റാൻഡിംഗ് കപ്പാസിറ്റി മാക്സിമം 100 kV വരെ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഇമ്പൾസ് ടെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 kV കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ട്രാൻസ്ഫോമറിലേക്ക് സപ്ലൈ പോകരുത്. അപ്പൊ അന്നേരം ഈ ഒരു സ്പിയർ ഗ്യാപ്പുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സ്പിയർ ഗ്യാപ്പ് യൂസ് ചെയ്തുകൊണ്ട് സപ്ലൈ സ്പിയർ ഗ്യാപ്പ് വഴി കടത്തിവിടും. അപ്പോൾ 100 kV വരെയും സ്മൂത്ത് ആയിട്ട് സപ്ലൈ പോകും. 100 kV കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്കുള്ള എയറിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ബ്രേക്ക് ചെയ്തുകൊണ്ട് സ്പിയർ ഗ്യാപ്പ് കണ്ടക്ട് ചെയ്തിട്ട് സ്പിയർ ഗ്യാപ്പ് വഴി അതങ്ങ് എർത്തായി പോകും. സപ്ലൈ ട്രാൻസ്ഫോമറിലേക്ക് പോകാതെ എർത്തായി പോകും. ഈ രീതിയിൽ ഉള്ള ഹൈ വോൾട്ടേജ് ടെസ്റ്റിംഗ് മെത്തേഡ്സിനെല്ലാം തന്നെ ഈ സ്പിയർ ഗ്യാപ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതിന്റെ ഒരു പർപ്പസ് എന്താണെന്നുള്ളത് ഞാൻ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കൂടി നിങ്ങൾ എക്സാമിന് എഴുതണ്ട, നിങ്ങൾക്ക് സ്പിയർ ഗ്യാപ്പിനെ പറ്റി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കുറെ കാര്യങ്ങളാണിത്. So let's see the working of sphere gap. The uniform field sphere gap will always have a spark over voltage within a known tolerance under constant atmospheric conditions. അതായത്
ഒരു സ്പിയറിന് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അണ്ടർ സർട്ടൻ കോൺസ്റ്റന്റ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിൽ സാധാരണ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ഉണ്ട് അതിന്. ആ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിൽ യൂണിഫോം ഫീൽഡ് സ്പിയർ ഗ്യാപ്പ് വിൽ ഓൾവേസ് ഹാവ് എ സ്പാർക്ക് ഓവർ വോൾട്ടേജ്. അതായത് ഒരു 1 സെന്റിമീറ്ററിൽ ഇത്രയായിരിക്കും അതിന്റെ സ്പാർക്ക് ഓവർ വോൾട്ടേജ് എന്ന പോലെ പല പല കണ്ടീഷൻസ് ഉണ്ട്. Hence, a spark gap can be used for measurement of peak value of voltage. A spark over voltage of 30 kV peak at 1 centimeter spacing in air, 20 degrees Celsius and 760 ton pressure occurs for a sphere gap measurement on any uniform sphere gap. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്, ഒരു 1 സെന്റിമീറ്റർ സ്പേസിംഗ് ഉള്ള ഒരു സ്പിയർ ഗ്യാപ്പിന് സ്പാർക്ക് ഓവർ വോൾട്ടേജ് ഓഫ് 30 kV പീക്ക് ആയിരിക്കും ഉള്ളത് അറ്റ് 20 ഡിഗ്രി എന്നുള്ള ടെമ്പറേച്ചറും പ്രഷറും ഒക്കെയാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറും പ്രഷറും ഒക്കെയാണ് 20 ഡിഗ്രി 760 ഡിഗ്രി ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു 1 സെന്റിമീറ്റർ സ്പേസിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളത് 30 kV ആയിരിക്കും. അതായത് 30 kV വരെ കൊടുക്കുമ്പോഴായിരിക്കും ആ രണ്ട് സ്പിയർ ഗ്യാപ്പിന്റെ ഇടയ്ക്ക് സ്പാർക്ക് അടിക്കുന്നത് 1 സെന്റിമീറ്റർ ഗ്യാപ്പ് ആണെങ്കിൽ. ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ്. So the sphere gap measurement can be arranged either vertically or horizontally. അതായത് വെർട്ടിക്കൽ അറേഞ്ച്മെന്റ് ആയിട്ടോ ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് ആയിട്ടോ നമുക്ക് ഈ ഒരു സ്പിയർ ഗ്യാപ്പുകളെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതുപോലെയാണ് സ്പാർക്ക് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് AC പീക്ക് വാല്യൂ, AC ആണെന്നുണ്ടെങ്കിൽ DC ആണെങ്കിൽ ഇതേപോലെ അടിക്കും. AC ആണെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ ഒരു എന്താ പറയാ, കുറച്ചുകൂടെ എയറിൽ കൂടെ കുറച്ച് ട്രാൻസിയന്റ് ആയിട്ട് ഒരു മഴവില്ല് പോലെ ഏകദേശം അതുപോലെയാണ്. നിങ്ങൾക്ക് ഇതിന്റെ യൂട്യൂബിലൊക്കെ വീഡിയോസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് കാണാൻ പറ്റും ഈ ഒരു സ്പിയർ ഗ്യാപ്പ് വഴിയുള്ള കണ്ടക്ഷൻ എങ്ങനെയാണെന്നുള്ളത് കാണാൻ പറ്റും. വളരെ രസകരമായിട്ടുള്ള വീഡിയോ ആണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആണ്. സോ നിങ്ങൾ ഈ ഒരു ലെക്ചർ കഴിഞ്ഞ ശേഷം നിങ്ങൾ ഇത് യൂട്യൂബിൽ ജസ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് എന്റെ വീഡിയോസ് കാണാൻ സാധിക്കും. So in case of AC peak value and DC voltage measurements, to know the peak voltage, the gap distance between the sphere gaps are adjusted so that flashover occurs. So ഇത് എത്രയാണ് ഇതിന്റെ വോൾട്ടേജ് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഈ ഒരു രണ്ട് സ്പിയർ ഗ്യാപ്പുകളെ ഒരു ഗ്യാപ്പ് നമ്മൾ മെല്ലെ കൂട്ടുകയോ കുറയ്ക്കുകയോ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ എപ്പോഴാണോ ഫ്ലാഷ് ഓവർ ഉണ്ടാകുന്നത് അതിന് ഇക്വലന്റ് ആയിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കും നമ്മുടെ പീക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ഫ്രം ദ ഗ്യാപ്പ് ഡിസ്റ്റൻസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ പീക്ക് വോൾട്ടേജ്. The flashover voltage for various gap distances and standard diameters of the sphere gap measurements are given in Indian standards as well as IEC standards. പല സ്റ്റാൻഡേർഡ്സ്, ഇത് രണ്ടുമല്ല ഒരുപാട് സ്റ്റാൻഡേർഡ്സിൽ നമ്മൾ ഈ പറയുന്ന ഓരോ ഗ്യാപ്പിൽ ഓരോ സെന്റിമീറ്റർ അല്ലെങ്കിൽ ഇത്ര സെന്റിമീറ്റർ ഗ്യാപ്പുകളിൽ എത്രയായിരിക്കും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫ്ലാഷ് ഓവർ വോൾട്ടേജ് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്നുള്ളത് നമുക്ക് സ്റ്റാൻഡേർഡ് ചാർട്ട് ഉണ്ട്. ഞാൻ ഈ ഒരു പ്രസന്റേഷന്റെ ലാസ്റ്റിൽ അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ്. ഇതാണ് നിങ്ങൾ എക്സാമിന് വരയ്ക്കേണ്ട ഈ ഒരു സ്പിയർ ഗ്യാപ്പിന്റെ ചോദ്യം ചോദിച്ചാൽ വരയ്ക്കേണ്ട ഫിഗർ ഇതാണ് ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ്, ഇതാണ് വെർട്ടിക്കൽ അറേഞ്ച്മെന്റ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the density of the gas affects spark over voltage for a given gap setting. Thus the correction for any air density must be made. The air density correction factor is given by delta is equal to P by 760 into 273 plus 20 by 273 plus T. It is also equal to 0.386 into P by 273 plus T. അതായത് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്തുള്ള പ്രഷറും ടെമ്പറേച്ചറും അനുസരിച്ച് ഈ എയർ ഡെൻസിറ്റി കറക്ഷൻ ഫാക്ടർ എന്നൊരു കാര്യം കൂടെ ഈ ഒരു സ്പിയർ ഗ്യാപ്പ് മെഷർമെന്റിനെ കൂടെ ആഡ് ചെയ്യണം. അത് ഏതുകൊണ്ടാണ് എയർ ഡെൻസിറ്റി കറക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂസ് ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കാരണം 1 സെന്റിമീറ്ററിന് ഇത്ര ആയിരിക്കും ഫ്ലാഷ് ഓവർ വോൾട്ടേജ് എന്നൊക്കെയുള്ള സ്റ്റാൻഡേർഡ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലുമാണ്. പക്ഷെ നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്തുള്ള പ്രഷർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ അതായിരിക്കണം എന്നില്ല. ചിലപ്പോൾ ചൂട് കൂടുതലായിരിക്കും, ചിലപ്പോൾ ചൂട് കുറവായിരിക്കും, പ്രഷർ കൂടുതലായിരിക്കും, കുറവായിരിക്കും. അപ്പൊ അന്നേരമുള്ള പ്രഷറും ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, അന്നുള്ള ടെമ്പറേച്ചർ ആണ് ഇവിടെ. അതിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ആണ് ഈ കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അതുകൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്പിയർ ഗ്യാപ്പിന്റെ മെഷർമെന്റ്സ് ഒക്കെ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ ഇതാണ് മെഷർമെന്റ് ഓഫ് ഹൈ വോൾട്ടേജസ് യൂസിങ് സ്പിയർ ഗ്യാപ്പ്. And now let's see the breakdown voltage characteristics of sphere gap. ഈ സ്പിയർ ഗ്യാപ്പിന്റെ breakdown voltage characteristics കൂടെ നോക്കിക്കൊണ്ട് നമുക്ക് ഈ ഒരു ലെക്ചർ കംപ്ലീറ്റ് ചെയ്യാം.
The breakdown strength of the gas depends on ionization of the gas molecules and on the density of the gas. So ഈ പറയുന്ന ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത് അന്നേരത്തെ ഒരു അയണൈസേഷൻ ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഇപ്പം ഹ്യൂമിഡിറ്റി ഒക്കെ കൂടുതലായിട്ടുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ അടിക്കും. അപ്പോൾ ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ സ്പാർക്ക് ഓവർ സംഭവിക്കുന്നത്. So by precise experiments, the breakdown voltage variation with gap spacing for different diameters and distances have been calculated and represented in chart. അത് നമ്മൾ ഓൾറെഡി ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല പല ഗ്യാപ് സ്പേസിങ്ങിലും പല ഡയമീറ്ററിലും ഉള്ള സ്പിയേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു സ്പാർക്ക് എന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ചാർട്ട് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ പ്രസന്റേഷന്റെ ലാസ്റ്റിൽ വെച്ചിട്ടുണ്ട്. നിങ്ങളത് ബൈഹാർട്ട് ചെയ്യണമെന്നില്ല, നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ട് ഞാനത് വെച്ചതാണ്. The potential difference between spheres is raised until a spark passes between them. The breakdown strength of the gas depends on size of the spheres, their gap spacing and number of other factors like atmospheric conditions. So ഈ പറയുന്ന സ്പിയർ ഗ്യാപ്പിന്റെ സൈസ്, അതുപോലെ അവർ തമ്മിലുള്ള സ്പേസിങ്, അതുപോലെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ശരിക്കും ബ്രേക്ക് ഡൗൺ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇതാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതാണ് എക്സ് ആക്സിസിൽ നമ്മൾ ഗ്യാപ്പ് ഡിസ്റ്റൻസ് എടുക്കും, ഗ്യാപ്പിന്റെ ദൂരം ഇങ്ങനെ കൂടി വരുവാണെങ്കിൽ എന്നുള്ളതാണ് എക്സ് ആക്സിസ്. വൈ ആക്സിസ് എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇതാണ് ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് സ്പിയർ ഗ്യാപ്പ്. അതായത് ഗ്യാപ്പ് കൂടുന്തോറും, ഓക്കെ, ഇപ്പോൾ ഉദാഹരണം 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ എന്നിങ്ങനെ ഗ്യാപ്പ് ഡിസ്റ്റൻസ് കൂടുന്തോറും ബ്രേക്ക് ഡൗൺ വോൾട്ടേജും കൂടി വരും. അതായത് ഇപ്പോൾ 1 സെന്റിമീറ്ററിൽ ഒരു 30 kVക്ക് ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ 2 സെന്റിമീറ്ററിൽ ബ്രേക്ക് ആവാൻ കൂടുതൽ വോൾട്ടേജ് വേണം. ഓക്കെ, സോ അത് സിമ്പിൾ ആയിട്ട് മനസ്സിലാകാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു ഗ്രാഫിനെയാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ സ്പിയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ഡി, ഇതാണ് സ്പേസിങ്, ഡി കൂട്ടി വരുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക് ഡൗൺ വോൾട്ടേജും കൂടി വരും. ഇതാണ് സ്പിയർ ഗ്യാപ്പിന്റെ സ്റ്റാൻഡേർഡ് ചാർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് നിങ്ങൾ റെഫറൻസിന് വേണ്ടി മാത്രം ഞാൻ വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതാണ് സ്പിയറിന്റെ ഡയമീറ്റേഴ്സ് എന്ന് വിചാരിക്കും. അത് 5 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള സ്പിയർ ഗ്യാപ്പ്, അല്ലെങ്കിൽ 10 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള സ്പിയർ ഗ്യാപ്പ്, അല്ലെങ്കിൽ 15 സെന്റിമീറ്റർ, ഇങ്ങനെ ഇത് ഡയമീറ്റർ കൂടി പോകുന്നു. ഇതാണ് ഗ്യാപ്പ് സ്പേസിങ്. അതായത് ഈ രണ്ട് സ്പിയർ തമ്മിലുള്ള ഗ്യാപ്പ് 0.5 സെന്റിമീറ്റർ ആണെങ്കിൽ 5 സെന്റിമീറ്റർ ഉള്ള സ്പിയർ ഗ്യാപ്പ് ആണ് 5 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള സ്പിയേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് വിചാരിക്കുക. അന്നേരം ഉള്ള സ്പേസിങ് 0.5 ആണെങ്കിൽ ഉള്ള ആ കണ്ടീഷനിലുള്ള ബ്രേക്ക് ഈ പറയുന്ന ഫ്ലാഷ് ഓവർ വോൾട്ടേജ് ആണ്, അല്ലെങ്കിൽ എയർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ് 17.5 kV ആയിരിക്കും. ഓക്കെ, അതേപോലെ ഇപ്പം ഗ്യാപ്പ് സ്പേസിങ് 2 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക സ്പേസിങ്. അന്നേരം ഉള്ള ഇപ്പൊ 10 സെന്റിമീറ്ററിന്റെ ഡയമീറ്റർ ഉള്ള സ്പിയേഴ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ 2ഉം 10ഉം കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന 59.3 kV, അത്രയും kV ആയിരിക്കും സ്പാർക്ക് ഓവർ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ചാർട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് എത്രയാണ് സ്പേസിങ് എന്നെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള kV, എത്ര വോൾട്ടേജ് ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ദീസ് ആർ ദ പ്രീവിയസ് KTU ക്വസ്റ്റ്യൻസ് ഓഫ് ദിസ് ടോപ്പിക്. പല പ്രാവശ്യം സ്ഥിരമായിട്ട് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിതും. So for example, 4th semester BTech degree examination May 2019 ചോദിച്ചിട്ടുണ്ട്, June 2017 ചോദിച്ചിട്ടുണ്ട്. How high voltage testing is done using sphere gap. Also how the voltage is tested using the method of sphere gap. So ഈ രീതിയിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പാർട്ട് എയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു മെഷർമെന്റ് ഓഫ് ഹൈ വോൾട്ടേജ് യൂസിങ് സ്പിയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതെല്ലാവരും മിസ് ചെയ്യാതെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് സ്പിയർ ഗ്യാപ്പ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഹൈ വോൾട്ടേജസിനെ മെഷർ ചെയ്യാം എന്നുള്ള മെത്തേഡാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് ചാർട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് ശരിക്കും സ്പേസിങ്ങിനകത്ത് ഇപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ സ്പേസിങ്ങിലാണ് ഫ്ലാഷ് ഓവർ ഉണ്ടായതെങ്കിൽ അപ്പോൾ എത്ര ആയിരുന്നു വോൾട്ടേജ് എന്നുള്ളത് ഈ ഒരു സ്പേസിങ് നമ്മൾ സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്ത ശേഷം എത്ര സെന്റിമീറ്റർ ആണെന്ന് നോക്കിയ ശേഷം ഈ ഒരു ചാർട്ട് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എത്ര ആണ് ആ ഒരു പീക്ക് വോൾട്ടേജ് എന്നുള്ളത് നമുക്ക് ഈ ഒരു ചാർട്ടിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ മെഷർമെന്റ് ഓഫ് ഹൈ വോൾട്ടേജസ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഈ സ്പിയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. We will come with another topic in the next section. So thank you for watching this video.